നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ വാ, അയ്യോ വേഗം വാ. പെട്ടെന്ന് വാ. അച്ഛനെന്താ പറ്റിയെ? അച്ഛാ ഞാൻ വരുമ്പോ സാറിങ്ങനെ ഇവിടെ കിടക്കുക. കണ്ണു നോക്കച്ചാ. അച്ഛാ രാധിക, നിന്നെ കുറിച്ചുള്ള ഓരോ ഓർമ്മയും എന്നിൽ നിന്ന് വേർപെടുത്താൻ എനിക്കാവില്ല. അത്രയ്ക്ക് ആഴത്തിൽ നീ എന്റെ മനസ്സിൽ പതിഞ്ഞു പോയത്. നമുക്ക് മുമ്പ് എത്രയോ പേർ പ്രണയത്തിന്റെ അപ്പുറം അപ്പുറം ഇരുന്ന് ഒരുങ്ങി തീർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ കൂട്ടത്തിൽ ചേരാം. നിന്നോടുള്ള എന്റെ പ്രണയം എന്നെ കൊല്ലട്ടെ. ഞാനങ്ങനെ അവസാനിക്കട്ടെ. പെട്ടെന്ന് ഇങ്ങനെ ഒരു യാത്ര ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവന്റെ തീരുമാനങ്ങളെ എപ്പോഴും അങ്ങനെയാ. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാ പിന്നെ അതിൽ നിന്നും മാറ്റമില്ല. അച്ഛന് തീരെ ഇഷ്ടമില്ല അവൻ പോകുന്നത്. പക്ഷേ പറഞ്ഞ കേക്കണ്ടേ? അമ്മേ, ഒരു കാര്യം ഞാൻ പറയാം. വരുൺ പോയാലും അധിക ദിവസം അവൻ അവിടെ നിൽക്കാൻ പറ്റില്ല. അവന് നമ്മളെ ഇന്ന് കാണാതിരിക്കാൻ പറ്റില്ല. അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഇല്ല സൂര്യ, വരുണിന്റെ ഇത്തവണത്തെ പോക്ക് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ കണക്കുകൂട്ടലിൽ വരുൺ ഇനി അവിടെ തന്നെയായിരിക്കും. കൽപ്പനയുടെ കണക്കുകൂട്ടലുകളൊക്കെ എല്ലായ്പ്പോഴും വിചിത്രമാണല്ലോ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികള് വിവാഹം കഴിഞ്ഞാല് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പതിവല്ലേ? അല്ല, അവര് പോയി വരട്ടെ. മോളിതുവരെ പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അവക്ക് ഇതൊക്കെ കണ്ട് ശീലിച്ച് പെരുമാറാൻ പറ്റുമെന്നാ എനിക്ക്. ഈ പുറം രാജ്യത്ത് പോകുന്നവരൊക്കെ അവിടെ ജനിച്ചു വളർന്നവരൊന്നുമല്ലല്ലോ. പോയി പോയി അങ്ങ് ശീലിക്കും. നീ ആ വണ്ടി എടുത്തിടാൻ നോക്ക്. എന്തൊക്കെയായാലും ഏട്ടന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടുള്ള ഈ യാത്ര എനിക്കത്ര താല്പര്യമില്ല. പിന്നെ ആര് പറഞ്ഞാലും കേൾക്കില്ല എന്ന തീരുമാനം എടുത്തിരിക്കല്ലേ വരുൺ. തൽക്കാലം അത് പോട്ടെ അച്ഛാ. നമ്മൾ നിർബന്ധിച്ചൊരു വിളി വിളിച്ചാ അവൻ ഇങ്ങോട്ട് പറഞ്ഞു വരില്ലേ? വല്യമ്മ വിഷമിക്കണ്ട. എപ്പോ കാണണമെന്ന് ആഗ്രഹിച്ചാലും നമുക്ക് അവനെ അങ്ങ് വിളിക്കാം. ഗൗതം ഇന്നലെ ഉറങ്ങിയിട്ടില്ല. മുമ്പൊക്കെ വരുൺ പോകുമ്പോ അവൻ ഇത്ര വിഷമം കാണിക്കാറില്ലായിരുന്നു. പക്ഷെ ഇത്തവണ എന്താണെന്ന് അറിഞ്ഞൂടാ. ആണോ ഗൗതം? വരുണിനോട് അത്രയ്ക്കിഷ്ടമുണ്ടോ തന്റെ മനസ്സിൽ? അച്ഛാ, മുത്തശ്ശി
പരാതികളൊക്കെ എല്ലാവർക്കും ഒരുപാട് പറയാനുണ്ടാവും. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഞങ്ങളൊന്ന് യാത്ര അയക്കും. നീ തീരുമാനിക്കുന്നു, നീ പോകുന്നു. പ്രായമായതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ മറന്നിരുന്നത് നിന്റെ അടുത്തിരിക്കുമ്പോഴാ. ഇനിയിപ്പോ മുത്തശ്ശിക്ക് പെട്ടെന്ന് വയസ്സാവും. ഏയ്, അതൊന്നും പറ്റത്തില്ല. മുത്തശ്ശി ഞാൻ വിളിക്കില്ലേ? വീഡിയോ കോളി വരില്ലേ? എനിക്ക് മുത്തശ്ശി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. ഓ, ഒന്ന് ചിരിച്ചുകൊണ്ട് യാത്ര അയക്കമ്മേ. അതിനുള്ള അവസരമല്ലല്ലോ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ, ദേ, ഞാൻ പോയിട്ട് വരാം. വിട്ടു പോകുന്നൊന്നും അല്ലടോ മനുഷ്യ. എന്തുണ്ടായാലും എന്നെ വിളിക്കണം. എന്റെ മനസ്സൊന്ന് പാവപ്പെടുമ്പോ ഞാൻ തിരിച്ചു വരും. പോയിട്ട് വാ മോളെ. കണ്ടില്ലേ, എല്ലാവരും നിങ്ങളെ തിരിച്ചുവരവിനെ കുറിച്ചാ പറയുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കുന്നത് എത്ര സന്തോഷമായിരിക്കുന്ന. ആ ഒരു തീരുമാനം നിങ്ങൾ തന്നെ എടുക്ക്. വരുൺ, എങ്കിൽ പിന്നെ ഇറങ്ങാൻ നേരമായി. ഇനി നിന്നാ പറ്റില്ല. അല്ല, അച്ഛനെവിടെ? അച്ഛനോട് യാത്ര പറയാതെ ഇറങ്ങാൻ പറ്റില്ല. ഓടിവായോ, വരണേ, ഓടിവാ. വരണേ, ചെറിയ സാറേ, സാറേ, എന്തു പറ്റി സാറേ? വരണേ. അയ്യോ, അച്ഛാ, വാ, അയ്യോ, വേഗം വാ, പെട്ടെന്ന് വാ. അച്ഛനെന്താ പറ്റിയേ? അച്ഛാ, ഞാൻ വരുമ്പോ സാറിങ്ങനെ ഇവിടെ കിടക്കുക. കണ്ണു നോക്കച്ചാ. അച്ഛാ, മോനെ പരമേശ്വര, ഏട്ടാ, ചേട്ടാ, ചേട്ടാ, സാറേ, അച്ഛാ, കണ്ണു നോക്കച്ചാ. അച്ഛാ, ചേട്ടാ, അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എടുക്ക, പിടിക്കാം, പിടിക്കാം. പിടിച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.